ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം ഈ ചാപ്റ്റർ കാണുക. അതിലൂടെ നമ്മൾ ഇത് പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കമിന്റെ ഫലമായിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂ ആണ് എന്ത് പറയുന്നത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാല് ഒരു എക്സ്പെരിമെന്റ്, ആ ഒരു എക്സ്പെരിമെന്റിന് എന്തുണ്ടാവും, ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കംസ്, ഒന്നിൽ കൂടുതൽ പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദി ഔട്ട്കം ഇൻ അഡ്വാൻസ്. നമുക്ക് ഔട്ട്കമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടൈല് വരും. അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ത് വരുന്നുണ്ട്, ഔട്ട്കം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹെഡ് ആണോ വരുന്നത് അല്ലെങ്കിൽ ടൈലാണ് വരുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് വരുന്ന ഔട്ട്കമിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാമ്പിൾ സ്പേസ് കിട്ടുന്ന ഏതൊക്കെയാണ്, ഹെഡും ടൈലുമാണ്. ഇതാണ് ഇതിന്റെ സാമ്പിൾ സ്പേസ് വരുന്നത്. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടൈല് എന്നുള്ളതാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ ടൈല് കിട്ടുന്നത് ഏതാണ്, ഇവിടെ ഒരു ടൈല് മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ നമ്പർ ചെയ്യുന്നു എന്താണ്, 1 ആണ്. ടൈല് കിട്ടാത്തത് എന്ത്, 0. അപ്പൊ ഒറ്റ ടൈലും കിട്ടുന്നില്ല, ഇവിടെ ഒരു ടൈല് കിട്ടുന്നത് 1 ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് റാൻഡം വേരിയബിളിനെ നമ്മൾ എക്സ് ആയിട്ട് സൂചിപ്പിക്കും. ഇവിടെ റാൻഡം വേരിയബിൾ ഏതൊക്കെയാണ്, 0യും 1ഉമാണ്. ഓക്കെ, ഇനി 2 കോയിൻ ആണ് ടോസ് ചെയ്തെങ്കിലോ, 2 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടി ആണെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസ് വരും ഏതൊക്കെയാണ്, ഒന്നാമത്തെ ഹെഡ്, രണ്ടാമത്തെ ടൈല് വരും. ഇനി ഒന്നാമത്തെ ടൈല്, രണ്ടാമത്തെ ഹെഡ് വരും. ഇനി ഒന്നാമത്തത് ഹെഡും രണ്ടാമത്തത് ഹെഡും വരും. ഇനി ഒന്നാമത്തത് ടൈല് വരും, രണ്ടാമത്തതും ടൈല് വരും. ഓക്കെ, ഇത്രയും സാമ്പിൾ സ്പേസ് ഇവന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളോട് ചോദിക്കുന്ന വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടൈല് എന്നുള്ളതാണെങ്കിൽ, ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ റാൻഡം വേരിയബിളിന് നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈലാണ് കിട്ടുന്നത്, ഇവിടെയും ഒരു ടൈലാണ് കിട്ടുന്നത്. ഇവിടെ ഒറ്റ ടൈലും കിട്ടുന്നില്ല, ഇനി ഇവിടെ 2 ടൈലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്, 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ഓക്കെ അല്ലെ, ഇതാണ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വേരിയബിൾ അസോസിയേറ്റഡ് വിത്ത് വാല്യൂ ഓഫ് എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഈ ഒരു ടേം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കൂ. ഇനി ഇതിൽ അറിയേണ്ട മറ്റൊരു ടേം ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ന്യൂമറിക്കൽ ഔട്ട്കം ഓഫ് എ സെർട്ടൈൻ എക്സ്പെരിമെന്റ്. ഉദാഹരണത്തിന് 1, 2, 3 ഇങ്ങനെ എക്സെട്ര വരുന്നത്. അതായത് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആണ്. കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആണ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര ഹെഡ് വരുന്നു, എത്ര ടൈല് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1, 2, 3, 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ അസ്യൂം എനി വാല്യൂ ഇൻ എ ഗിവൺ ഇന്റർവെൽ. ഓക്കെ, അതായത് എനി വാല്യൂ ബിറ്റ്വീൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 20, 30. ഇറ്റ് ടേക്സ് ആൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ്. ഇവിടെ എന്താണ്, ഇൻഫൈനൈറ്റ് നമ്പർ ആണ്. നമുക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റൂല, കൃത്യമായിട്ട് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഒരു നിശ്ചിത, ഇപ്പൊ 30യുടെയും 40യുടെയും ഇടയിൽ വരുന്നത്, ഇത്തരത്തില് ഒരു റേഞ്ചസ് ആയിട്ട് പറയുന്നതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണ്,
അതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ may be defined as a statistical function which describes the possible values and likelihood of obtaining possible values. അതായത് പോസിബിൾ വാല്യൂസിനെയും അതേപോലെ തന്നെ ആ പോസിബിൾ വാല്യൂസിന്റെ പ്രോബബിലിറ്റീസിനെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് പ്രോബബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ഇറ്റ്സ് പോസിബിൾ വാല്യൂസ്. അതായത് പോസിബിൾ വാല്യൂസിന്റെ എന്താണ് ലിസ്റ്റിനെ അസോസിയേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാം. അതായത് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് ഒബ്റ്റൈൻഡ് ഇൻ 3 ടോസസ് ഓഫ് എ കോയിൻ. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ടൈൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടൈൽ കിട്ടുക എന്നുള്ളതാണ് റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയും. നമുക്ക് ടൈല് ആണ് കിട്ടേണ്ടത്. ഓക്കെ, അതാണ് എക്സ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി 3 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തത് ഹെഡ്, രണ്ടാമത്തെ ഹെഡ്, മൂന്നാമത്തെ ഹെഡും വരാം. അതായത് 3 ഹെഡ് വരാം, 2 ഹെഡും 1 ടൈലും. ആദ്യത്തെ 2 ഹെഡും മൂന്നാമത്തെ ടൈലും ആകാം. ആദ്യത്തെ ഹെഡ്, രണ്ടാമത്തെ ടൈല്, മൂന്നാമത്തെ ഹെഡ്. ആദ്യത്തെ ടൈല് ബാക്കി 2 എണ്ണം, 2ഉം 3ഉം ഹെഡ് വരാം. ആദ്യത്തെ ഹെഡ് പിന്നെ വരുന്ന ടൈല് പിന്നെയും ടൈലാകാം. ആദ്യത്തെ ടൈല് രണ്ടാമത്തത് ഹെഡ്, മൂന്നാമത്തെ ടൈലാകാം. ആദ്യത്തെ 2ഉം ടൈല്, മൂന്നാമത്തത് ഹെഡ് ആകാം. ദെൻ ലാസ്റ്റ് വരുന്ന എന്താണ്, 3ഉം ടൈല് വരാം. നമ്മളോട് പറയുന്നത് നമ്പർ ഓഫ് ടൈല് കിട്ടാനുള്ള ചാൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടൈല് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഇവിടെ ഹെഡ് 3 എണ്ണവും ഹെഡ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ടൈല് വരാനുള്ള സാധ്യത എന്താണ്? 0 ആണ്. നമ്പർ ഓഫ് ടൈല് ഇല്ല. ഇവിടെ എത്രയാണ്? 1 ആണ്. ഇവിടെ നമ്പർ ഓഫ് ടൈല് വരുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടെയും നമ്പർ ഓഫ് ടൈല് വരുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്പർ ഓഫ് ടൈല് 2 ആണ്. ഇവിടെ 2 ആണ്. ഇവിടെയും 2 ആണ്. ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇതാണ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത്. അതായത് റാൻഡം വേരിയബിൾ എക്സ്, അതായത് ലിസ്റ്റ് ഓഫ് അസോസിയേറ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ഔട്ട്കമിന്റെ ലിസ്റ്റ് ഓഫ് അസോസിയേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 1, 2, 3 ആണ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒന്നാമത്തെ തന്നെ പ്രോബബിലിറ്റി കാണുമ്പോൾ എങ്ങനെയാണ് വരിക? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ് 0 ആണ്, നമ്പർ ഓഫ് ടൈൽ കിട്ടുന്നത് 0 ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ്? ഇതിൽ 1 മാത്രമാണ് 0 വരുന്നത്. ടൈല് 0 വരുന്നത്, ടൈലില്ലാതെ വരുന്നത് 0 വരുന്നത് 1 മാത്രമാണ്. 1/8 വരും. ഇത് ടോട്ടൽ ഔട്ട്കം 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണുള്ളത്. അപ്പൊ 1/8 വരും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1, 2, 3 ആണ്. അപ്പൊ ഈസ് ഈക്വൽ ടു 3/8 വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 കിട്ടാനുള്ള സാധ്യത 1, 2, 3. ഇവിടെയും 3 ആണ്. 3/8 വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 കിട്ടാനുള്ള സാധ്യത 1 ആണ്. അപ്പൊ 1/8 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വാല്യൂവിന്റെ, ഇതിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന പ്രോബബിലിറ്റി. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 1, 2, 3 ആണ്. ഇനി ഇതിന്റെ പി ഓഫ് എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1/8, ഇനി 3/8, ഇനി 3/8, ദെൻ 1/8. ഇതിന്റെ അസോസിയേറ്റഡ് പ്രോബബിലിറ്റി. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. ഇവിടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും.
ഇനി കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് എന്ത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. അതായത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദി റാൻഡം വേരിയബിൾ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂംസ് സ്പെസിഫൈഡ് വാല്യൂസ് ഓൺലി. അതായത് ഒരു സ്പെസിഫൈഡ് വാല്യൂസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു 1 2 3 ഇങ്ങനെ വരുന്ന സ്പെസിഫൈഡ് വാല്യൂസ് വരുന്നതാണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് if random variable of a probability distribution assumes any values in a given interval, it is called continuous probability distribution. ഒരു ഇന്റർവെൽ റേഞ്ചിലും ആയിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് ടൈപ്സ് പറഞ്ഞു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ which is used when there are exactly two mutually exclusive outcomes of a trial which are known as success and failure. Okay, അതായത് ഇവിടെ ഔട്ട്കംസ് ഉണ്ടാകുന്നത് രണ്ട് ഔട്ട്കംസ് ആണ്. ഒന്നെന്താണ് സക്സസും മറ്റൊന്ന് ഫെയിലിയർ ആണ്. സക്സസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒക്കറൻസ് ഓഫ് എൻ ഇവന്റ് ആണ്. ഒരു ഇവന്റ് സംഭവിക്കാനുള്ളതിനെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കും. ഇനി സംഭവിക്കാതിരിക്കുന്നത് എന്താണ്, നോട്ട് ഒക്കറൻസിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, ഫെയിലിയർ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസ് വരുന്ന കേസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്തത് ആരാണ്, ജെയിംസ് ബെർണോളി എന്ന് പറയുന്ന ഒരാളാണ് കണ്ടെത്തിയത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഗിവ്സ് ദി പ്രോബബിലിറ്റി ഫോർ എ നമ്പർ ഓഫ് സക്സസ് ഇൻ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബെർണോളി ട്രയൽ ആണ്. ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിങ് എൻ എക്സ്പെരിമെന്റ് വിത്ത് എക്സാക്ട്ലി ടു പോസിബിൾ ഔട്ട്കംസ്. രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പറയുന്നത് രണ്ട് ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ആ ഔട്ട്കംസിനെ നമ്മൾ ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നാണ് പറയുക. അതായത് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റിനെ നമ്മൾ സക്സസ് എന്നും നോൺ ഒക്കറൻസ് ഓഫ് ഇവന്റിനെ ഫെയിലിയർ ആയിട്ടും കാണിക്കുന്നതാണ് ബെർണോളി അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോയിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് അല്ലെങ്കിൽ ട്രയൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസിനെയാണ് നമ്മൾ പി സൂചിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സിന്റെ നമ്പേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എൻ സൂചിപ്പിക്കുന്നത്. ഇനി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ അസോസിയേറ്റഡ് പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തി. ആ പ്രോബബിലിറ്റിയാണ് പി സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ എന്നും പിയും വരുന്ന പാരാമീറ്റേഴ്സിന്റെ കേസിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റീസ് ടു എക്സ് ഇൻറ്റു ക്യൂ റീസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു 0 1 2 3 ഇങ്ങനെ പോകുന്നതാണ്. നമ്പർ ഓഫ് സക്സസിനെ സൂചിപ്പിക്കുന്നതാണ് എൻ. ഇനി പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0യുടെയും 1ന്റെയും ഇടക്കാണ് വരിക. ഇനി പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറിനെ സൂചിപ്പിക്കുന്നതാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പി പ്ലസ് ക്യൂ കണ്ടു കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പി തന്നിട്ട് ക്യൂ കാണണമെങ്കിൽ എന്തായിരിക്കും, 1 മൈനസ് പി കണ്ടു കഴിഞ്ഞാൽ ക്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ഇൻറ്റു പി റീസ് ടു എക്സ് ഇൻറ്റു ക്യൂ റീസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റാൻഡം വേരിയബിൾ ആണ്. ഇനി പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ വരുന്നത്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ അറിയേണ്ടതാണ് മീൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എൻ ഇൻറ്റു പി ആയിരിക്കും. എൻ പി ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. എൻ ഇൻറ്റു പി ആണ് മീന്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി എന്ന് പറയുന്നത് റൂട്ട് എൻ പി ക്യൂ ആയിരിക്കും. അതേപോലെ വാരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ പി ക്യൂ ആയിരിക്കും വാരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ പഠിക്കുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? അതിൽ ഒന്നാമതാണ് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ കൗണ്ടബിൾ വാല്യൂസ് ഉള്ളതാണ്. ദെൻ ദി മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് NP. മീൻ എങ്ങനെയാണ്? മീൻ ഈസ് ഇക്വൽ ടു NP ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? റൂട്ട് NPQ ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കൂട്ടിയാൽ അതായത് P+Q ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇറ്റ് ഹാസ് ഓൺലി 2 പാരാമീറ്റേഴ്സ്. 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് N-ഉം അതായത് നമ്പർ ഓഫ് സക്സസും, മറ്റൊന്ന് P-യും പ്രോബബിലിറ്റി ഓഫ് സക്സസും. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: 4 coins are tossed simultaneously. What is the probability of getting 2 heads? ഇവിടെ എത്ര കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്? 4 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ N എന്ന് പറയുന്നത് N ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് കോയിൻ ടോസ്ഡ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് കോയിൻ ടോസ്ഡ് ആണ്. അതായത് N ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 4 ആണ്. ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ് ആണ്. 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് പറയുന്നത്. X എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ് ടു ബി ഒബ്റ്റെയിൻഡ് ആണ്. നമ്പർ ഓഫ് ഹെഡ് ടു ബി ഒബ്റ്റെയിൻഡ് ആണ് എന്ത് പറയുന്നത്? X എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, ഒരു സിംഗിൾ ട്രയലില് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്താണ്? 1/2 ആണ്. ഓക്കെ, ഒരു സിംഗിൾ ട്രയലില്, അതായത് നമ്മൾ സിംഗിൾ ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇനി Q അന്നേരം എന്തായിരിക്കും? Q എന്ന് പറയുന്നത് 1 - P ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതായത് 1 - 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഓക്കെ, അത് Qന്റെ വാല്യൂ 1/2 കിട്ടും, Pയുടെ വാല്യൂവും നമുക്ക് 1/2 കിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? NCX ഇൻറ്റു P⁻x ഇൻറ്റു Q⁻n-x ആണ്. ഈസ് ഈക്വൽ ടു N എത്രയാണ് ഇവിടെ? N 4 ആണ്. 4C X എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇൻറ്റു P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് 1/2 ആണ്. P⁻x എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇൻറ്റു Q എന്ന് പറയുന്നത് 1/2 ആണ്. എന്താണ് വരുന്നത്? Q⁻n-x ആണ്. N എന്ന് പറയുന്നത് 4 ആയിരുന്നു. 4 - 2 ആണ്. ഓക്കെ, അതായത് ഇവിടെ 4C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4C2 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ പഠിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? എത്രയാണോ തന്നിരിക്കുന്നത് 6, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫാക്ടോറിയൽ കണ്ടെത്തിയാൽ മതി. 4 × 3 / 2 × 1 എന്ന് വരും. 2ഉം 4ഉം വെട്ടാം. ഇവിടെ 2 × 2 4 ആവും. ഇപ്പൊ 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 4C2 എന്ന് പറയുന്നത് 6 ആണ്. ഇൻറ്റു 1/2 ആണ്. 1 തന്നെ 2 എന്ന് പറയുന്നത് 4 ആണ്. ഇനി 1/2 4 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇവിടെ 1/2 എന്നാകും. അതായത് 1 എത്രയാണ്? 1 ആണ്. 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 6 × 1 ഇങ്ങോട്ടേക്ക് കൊടുക്കാം. 6 / 4 × 1/4 എന്നാകും. 6 / 4 × 4 16. ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 3 × 2 6. ഇനി 8 × 2 16. 3/8 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി വരുന്നത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.